ഡെസ്പറേറ്റായി നിന്ന് അവർ വെല്ലുവിളിക്കുകയാണ്. പ്രത്യേകിച്ച് കയ്യിലൊന്നുമില്ല അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളപ്പോഴും ഞങ്ങൾ ശക്തരാണ്, ഞങ്ങൾ ഇപ്പോഴും ആക്റ്റീവാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചില വെല്ലുവിളികൾ പോലെയാണ് പാകിസ്ഥാന്റെ വെല്ലുവിളികളെ നമ്മൾ കാണുന്നത്. പക്ഷേ ആണവായുധം പ്രയോഗിക്കുമെന്നൊക്കെയുള്ള വെല്ലുവിളികളെ നമ്മൾ ചെറുതായി കാണുന്നുമില്ല. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് ഇത് വന്ന് പതിച്ചാലുണ്ടാകുന്ന നാശനഷ്ടം എത്രത്തോളമാണ്, ആളപായം എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായും അവെയറുമാണ്. അതുകൊണ്ട് തന്നെ അതിന് ആ രീതിയിൽ തന്നെ തിരിച്ചടി കൊടുക്കുക എന്ന രീതിയിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ട്. ഇപ്പോൾ BSFന്റെ ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരി, അതുപോലെ തന്നെ CDS ചീഫ് ഓഫ് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് ജനറൽ അനിൽ ചൗഹാൻ എന്നിവരടക്കം പ്രതിരോധ മന്ത്രിയുമായുള്ള ചർച്ചകൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയുമായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചർച്ചകളെല്ലാം കൃത്യമായി പൂർത്തിയായി വരുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പല കാര്യങ്ങളിലും പാകിസ്ഥാൻ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിഞ്ഞ് അതിനുള്ള ഒരു പ്രതിരോധം തീർക്കുകയെങ്കിലും നമ്മുടെ രാജ്യത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുമായി നേരിട്ട് ബന്ധമുള്ളവരുടെ വീടുകൾ 9 പേർ നേരിട്ട് ബന്ധമുള്ളവരാണ്. 9 വീടുകൾ ഇടിച്ചു നിരത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ 3 ദിവസങ്ങളിലായി.